തനിക്കെതിരെയുള്ള പീഡന പരാതിയിൽ നിയമപോരാട്ടം നടത്തുമെന്ന് നടൻ നിവിൻ പോളി വ്യക്തമാക്കിയതോടെ പുതിയ ആരോപണവുമായി പരാതിക്കാരി രംഗത്ത് വന്നിട്ടുണ്ട്. തൻ്റെ കയ്യിലുള്ള തെളിവുകളെല്ലാം നിവിനും കൂട്ടാളികളും തട്ടിയെടുത്തെന്നാണ് പരാതിക്കാരി പറയുന്നത്. തന്നെ അറിയില്ലെന്ന് നിവിൻ പോളി പറയുന്നത് നുണയാണെന്നും പരാതിക്കാരി പറഞ്ഞു. ഞാനൊരു പെൺകുട്ടിയെ പരിചയപ്പെട്ടു. ശ്രേയ എന്നാണ് പുള്ളിക്കാരിയുടെ പേര്. എനിക്ക് പുറത്തോട്ട് പോകാനായിട്ട് യൂറോപ്പിലോട്ട് പോകാനായിട്ട് ഏജൻസിയിൽ നമുക്ക് കണക്ട് ചെയ്ത് തരാമെന്നും പറഞ്ഞ് ഞാനൊരു 3 ലക്ഷം രൂപ ഈ ശ്രേയ എന്ന് പറഞ്ഞ പെൺകുട്ടിക്ക് കൊടുത്തിരുന്നു. ഇവർ അത് കഴിഞ്ഞിട്ട് കുറച്ച് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ പൈസേനെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇവർ പിന്നെ ഒന്നും മിണ്ടിയില്ല, റെഡിയാകുമെന്ന് പറഞ്ഞു. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് പ്രൊഡ്യൂസർ AK സുനിലിനെ പരിചയപ്പെടുത്തി തരാം, സിനിമയിൽ ഒരു ചാൻസ് വാങ്ങിത്തരാം, നമുക്ക് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ഇവരെന്നെ ആ AK സുനിൽ എന്ന് പറയുന്ന വ്യക്തിനെ പരിചയപ്പെടുത്തുകയും ഫ്ലോറ ക്രീക്ക് എന്ന് പറയുന്ന ഹോട്ടലിൽ ദുബായിലുള്ള അവിടെ പോയി ഞാനൊരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയും ചെയ്തു. അന്ന് എനിക്ക് ശാരീരികമായി എന്നെ ഉപദ്രവമുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചെറിയൊരു ഇഷ്യൂസ് ഉണ്ടായപ്പോൾ AK സുനിലിൻ്റെ ഗുണ്ടകൾ എന്ന പേരിലാണ് നിവിൻ പോളി, ബിനു, കുട്ടൻ, ബഷീർ എന്നിവരെ ഞാൻ പരിചയപ്പെട്ടത്. ഈ നിവിൻ പോളി എന്നെ അറിയില്ല എന്ന് പറയുന്നതും എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്നതും എൻ്റെ കയ്യിലിരിക്കുന്ന തെളിവുകളെല്ലാം നിവിൻ പോളിയും സംഘവും പിടിച്ചെടുക്കുകയും എൻ്റെ യാതൊരുവിധ തെളിവുകൾ, അതായത് അവർ ചാറ്റ് ചെയ്തതും വിളിച്ചതും ഫോട്ടോസും ഒന്നും എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ടാണ് പുള്ളി ഇത്ര ശക്തമായിട്ട് പ്രതികരിക്കുന്നത്. എൻ്റെ കയ്യിൽ തെളിവുകളൊന്നുമില്ല എന്ന് പറയുന്നത്. പിന്നെ പീഡന കേസിൽ ആരെങ്കിലും ഞാൻ പീഡിപ്പിച്ചു എന്നും പറഞ്ഞ് ഇന്ന് വരെ ലോകത്ത് വന്നിട്ടില്ല. അപ്പോൾ പുള്ളി അറിയില്ല എന്ന് പറഞ്ഞ് മാധ്യമങ്ങളുടെ മുമ്പിൽ പോകുന്നതാണ്. നമ്മൾ ഇത് മുമ്പോട്ട് ഏതുവരെ വരെ പോകാനും ഇതിൻ്റെ അന്വേഷണത്തിൽ തെളിവുകൾ കണ്ടുപിടിക്കാനും നമ്മൾ മുമ്പോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ഈ 1 മാസം മുമ്പ് ഈ സംഘത്തിനെതിരെ തന്നെ താങ്കൾ പരാതി കൊടുത്തു എന്നാണ് പറയുന്നത്. എന്താണ് ആ കേസിന്? ഞാനത് ജൂണിൽ കംപ്ലയിൻറ്റ് കൊടുത്തായിരുന്നു. ഹർഷിത മേഡത്തിന് മെയിൽ അയക്കുകയാണ് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് ലോക്കൽ സ്റ്റേഷനിലേക്ക് ഇത് ഫോർവേഡ് ചെയ്യുകയും അവർ അന്വേഷിക്കുകയുണ്ടാകുകയും ചെയ്തു. അന്ന് ഞാൻ ശാരീരിക ഉപദ്രവമെന്ന് മാത്രമേ ഞാൻ ആ കംപ്ലയിൻറ്റിൽ എഴുതിയിട്ടുള്ളൂ. ഞാൻ ആദ്യമായിട്ടാണ് ഒരു കംപ്ലയിൻറ്റ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ അതിനകത്ത് പീഡനത്തിനെക്കുറിച്ച് എഴുതിയില്ല. പക്ഷേ ഞാൻ സ്റ്റേഷനിൽ പോയി സർക്കിളിന് മൊഴി കൊടുക്കുകയുണ്ടായി, എനിക്ക് അവിടെ പീഡനം അനുഭവപ്പെട്ടു എന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ അവരും തെളിവുകളൊന്നുമില്ല, ദുബായിൽ നടന്ന സംഭവം ആയതുകൊണ്ട് അവിടെയാണ് കേസ് കൊടുക്കേണ്ടത്, കേരളത്തിലല്ല എന്നും പറഞ്ഞ് അവരത് ഉഴപ്പി വിട്ടു. താങ്കൾക്കെതിരെ എന്തെങ്കിലും കേസ് നിലനിൽക്കണം? അതായത് എനിക്ക് കേസുകളൊന്നുമില്ല. ഞാൻ ഇതുവരെ എൻ്റെ പേരിൽ ഒരു കേസും വന്നിട്ടില്ല. പിന്നെ ഇവർ സോഷ്യൽ മീഡിയ വഴി ഞങ്ങളെ പ്രചരിപ്പിച്ചായിരുന്നു. ഞങ്ങൾ ഹണി ട്രാപ്പ് ദമ്പതികളാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ കേസ് കൊടുത്തതിന് ശേഷം പ്രചരിപ്പിച്ചായിരുന്നു. അതും ഞാൻ ലോക്കൽ സ്റ്റേഷനിൽ കൊടുത്തപ്പോൾ അവർക്ക് അതിനും തെളിവുകളില്ല കണ്ടുപിടിക്കാനായിട്ട്. തെളിവുണ്ടെങ്കിൽ കൊണ്ടുത്താ അന്വേഷിക്കാമെന്നും പറഞ്ഞാണ് നമ്മളെ പറഞ്ഞു വിട്ടത്. ഈ കേസ് എത്രത്തരം വരെ മുമ്പോട്ട് പോകാനാണ് താങ്കൾ? ഇതിൻ്റെ തെളിവ് എങ്ങനെയാണ് ഇത് മുമ്പോട്ട് എവിടം വരെ പോകാമോ, ഏതറ്റം വരെയും നമുക്ക് നീതി ലഭിക്കുന്നിടം വരെ പോകാമോ അവിടം വരെ പോകാനായിട്ട് മുമ്പോട്ട് തന്നെ നമ്മൾ ഉയർച്ചു നിൽക്കുന്നു. ജോസിൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ജോസിൽ, 1 മാസം മുമ്പ് പോലീസിൽ പരാതി കൊടുത്തിരുന്നു. ആ പരാതി പോലീസ് അന്വേഷിച്ചില്ല. നിവിൻ പോളിയും അത് സൂചിപ്പിച്ചിരുന്നു. പക്ഷേ ആ പരാതിയിൽ കഴമ്പില്ല എന്നാണ് പോലീസ് ഒരു നിഗമനത്തിലെത്തിയത് എന്നാണ് നിവിൻ പോളിയും പറഞ്ഞത്. ഇപ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗം അവരും പറയുന്നുണ്ട്. ആ പരാതിയിൽ കാര്യമില്ല, അല്ലെങ്കിൽ അവരത് തള്ളിക്കളയുകയായിരുന്നു, തെളിവില്ലാത്ത വിധമുള്ള ഒരു സാഹചര്യം എന്ന് പറയുന്നു. ഇപ്പോൾ ആ പരാതിയിൽ നിന്ന് തന്നെ വ്യത്യസ്തമായി അല്ലെങ്കിൽ കൂടുതലായി വിവരങ്ങൾ ഇപ്പോൾ പുതിയ പരാതിയിലാണ് പറയുന്നത് എന്നാണോ പരാതിക്കാരി പറയുന്നത്? ആ പരാതിയിൽ ശാരീരിക ഉപദ്രവം എന്നാണ് പരാമർശിച്ചിരുന്നത്. ഇപ്പോഴാണ് അതൊരു വലിയ പീഡനം എന്ന നിലയിലുള്ള കൂടുതൽ വിശദാംശങ്ങൾ ഈ പുതിയ പരാതിയിൽ പറയുന്നു എന്നാണോ പരാതിക്കാരി ഇപ്പോൾ സൂചിപ്പിക്കുന്നത്? ശരത്, രാവിലെയാണ് നമ്മൾ നേരിമംഗലത്തുള്ള ഈ യുവതിയുടെ വീട്ടിൽ പോയി സംസാരിച്ചത്. ഈ പെൺകുട്ടിയോട് സംസാരിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ ഈ ഊന്നുകൽ SHOയോട് സംസാരിച്ചിരുന്നു. അത് ഈ നേരത്തെ കൊടുത്തിരുന്ന ങ്ങൾക്ക് മുമ്പ് ഈ പെൺകുട്ടി കൊടുത്തു എന്ന് പറയുന്ന പരാതിയെക്കുറിച്ച് ഈ ഊന്നുകൽ SHOയോട് നമ്മൾ സംസാരിച്ചിരുന്നു. അത് മേലുദ്യോഗസ്ഥന് ലഭിച്ച പരാതിയെ തുടർന്ന് ഫോർവേഡ് ചെയ്താണ് ഈ സ്റ്റേഷനിലേക്ക് വന്നത്. ആ അന്വേഷണത്തിൽ ഈ പീഡനം എന്നല്ല പറഞ്ഞിരുന്നത്, മർദ്ദനമേറ്റു എന്നുള്ള രീതിയിലായിരുന്നു പരാതി കൊടുത്തിരുന്നത്. അതിനെ തുടർന്ന് അന്വേഷണം നടത്തിയപ്പോൾ അത്തരത്തിൽ മർദ്ദനമേറ്റതിൻ്റെയോ അതുപോലെ തന്നെ ആശുപത്രിയിൽ കഴിഞ്ഞതിൻ്റെയോ അടക്കമുള്ള തെളിവുകളൊന്നും കണ്ടെത്തുവാൻ പോലീസിനായില്ല. അതിനെ തുടർന്ന് നിവിൻ പോളിയോടും സംസാരിച്ചതിന് ശേഷം ഈ കേസ് കളയുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഈ പെൺകുട്ടിയോട് വിശദീകരണം ചോദിച്ചപ്പോഴാണ് ഇത്തരത്തിൽ പീഡനം എന്നുള്ള രീതിയിലല്ല പരാതി കൊടുത്തത്. ആദ്യമായിട്ടാണ് ഞാൻ കേസിൽ പോകുന്നത്, അതുകൊണ്ട് തന്നെ ഞാൻ ഒരു ശാരീരിക പീഡനം അല്ലെങ്കിൽ ശാരീരിക ഉപദ്രവം നടത്തി എന്ന് മാത്രമാണ് കൊടുത്തിരുന്നത്. അത് പോലീസ് തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ പെൺകുട്ടി കേസിന് ആസ്പദമായ സംഭവത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത് ശ്രേയ എന്ന് പറയുന്ന പെൺകുട്ടി യുവതി ജോലി വാഗ്ദാനം ചെയ്തു, യൂറോപ്പിൽ ജോലി വാഗ്ദാനം
ചെയ്ത് 3 ലക്ഷം രൂപ തന്നിൽ നിന്ന് മേടിച്ചിരുന്നു. അത് പലതവണ അതിനെക്കുറിച്ച് പ്രതികരണമില്ലാതെ വന്നപ്പോൾ ഈ AK സുനിൽ എന്ന് പറയുന്ന നിർമ്മാതാവിനെ പരിചയപ്പെടുത്താം, സിനിമയിൽ വാഗ്ദാനം ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ദുബായിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അവിടെ വെച്ച് ഇത് പറയുന്നതിൽ ഒരു വസ്തുത എത്രമാത്രം ഉണ്ടെന്നറിയത്തില്ല. ഈ AK സുനിലിൻ്റെ ഗുണ്ടകളായിട്ടാണ് ഈ പറയുന്ന 3 മുതൽ 6 വരെയുള്ള പ്രതികൾ, അതായത് ബിനു, ബഷീർ, കുട്ടൻ, നിവിൻ പോളി എന്നിവർ ഈ AK സുനിലിൻ്റെ ഗുണ്ടകളാണ് എന്ന നിലയിലാണ് പരിചയപ്പെട്ടത്. ഇത്രയും പ്രശസ്തനായ ഒരു നടനാണ്, അദ്ദേഹത്തെ ഗുണ്ടയാണെന്ന രീതിയിലാണ് പരിചയപ്പെട്ടത്. അവിടെ വെച്ച് തനിക്ക് പീഡനമേറ്റു എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ അതിനുശേഷം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം പ്രചരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ പെൺകുട്ടി നിരവധി ഹണി ട്രാപ്പ് കേസുകളിൽ ഒക്കെ ഈ പെൺകുട്ടിയും ഭർത്താവും ഒക്കെ ഹണി ട്രാപ്പ് കേസുകളിൽ പ്രതിയാണ് എന്നുള്ള രീതിയിൽ ഒരു പ്രചരണം നടക്കുന്നതിനെക്കുറിച്ച് ചോദിച്ചു. അതിലും ഒരു തെളിവുമില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. അത് പോലീസിൻ്റെ തന്നെ ശ്രദ്ധയിൽ ഇവർ കൊണ്ടുവന്നിരുന്നു ഇത്തരമൊരു പ്രചരണം. ആദ്യമായി ഈ കേസ് കൊടുത്തതിന് ശേഷം തങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു പ്രചരണം നടക്കുന്നതിനെതിരെ പോലീസിൽ പറഞ്ഞിരുന്നു. അതും തെളിവുകളില്ല എന്ന് പറഞ്ഞ് പോലീസ് തള്ളുകയാണ് ചെയ്തത് എന്നാണ് പറയുന്നത്. ഏതായാലും നിവിൻ പോളി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും പോകും എന്ന് തന്നെയാണ് ഈ പെൺകുട്ടിയും വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ കേസ് ദുബൈയിൽ വെച്ചാണ് ഈ സംഭവം നടന്നത്. പക്ഷേ ഈ പെൺകുട്ടി ഇപ്പോൾ നിലവിൽ താമസിക്കുന്ന സ്റ്റേഷൻ പരിധി എന്ന നിലയിലാണ് ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ, എറണാകുളം ജില്ലയിലെ ഊന്നുകൽ പോലീസ് സ്റ്റേഷനിൽ ഇത്തരത്തിൽ കേസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. പക്ഷേ അന്വേഷണ ചുമതല ഈ SHOയ്ക്ക് അല്ലെങ്കിൽ അല്ല, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനാണ്. ഇപ്പോൾ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ പുറത്തു വരുന്ന സാഹചര്യത്തിൽ സർക്കാർ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു ടീമിനെ നിയമിച്ചിരിക്കുന്ന ടീം തന്നെയാണ് ഈ കേസും അന്വേഷിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട രാവിലെ ജോസിൽ ഈ പരാതിക്കാരിയെ നേരിട്ട് കണ്ട് സംസാരിച്ചതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടതും അവർ പറയുന്നതാണ് കേട്ടതും.